NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ അതീവ ഗുരുതര ആരോപണമുയർത്തി കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. സ്വന്തം മരുമകനെ ജയിലിൽ പോകുന്നതിൽ നിന്നും രക്ഷിക്കാനും 35 കോടി രൂപ തിരിച്ചടയ്ക്കാതിരിക്കാനുമാണ് പിണറായിക്കൊപ്പം ചേർന്നത് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജി സുകുമാരൻ നായർക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂടിയെതിരെ അതീവ ഗുരുതര ആരോപണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ CPM പക്ഷത്തേക്ക് കൂറുമാറി? ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പോസ്റ്റ്. ആരോപണം ഇങ്ങനെ: NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ തന്റെ മരുമകനെ ക്രിമിനൽ കേസിൽ നിന്നും രക്ഷിക്കാനും 35 കോടി ലാഭിക്കാനും വേണ്ടി പിണറായിയുടെ കാലിൽ വീണു. മരുമോൻ അശോകൻ വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റിക്കൊടുത്തത്. വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലിക്ക് കയറി 35 കോടിയോളം ശമ്പളം വാങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ ഇത് തിരികെ കൊടുക്കണം. ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമാണ്. ശിക്ഷിച്ചാൽ കുറച്ചധികം നാൾ ജയിലിൽ കിടക്കണം. ധനമന്ത്രി ബാലഗോപാലിന്റെ ചേട്ടൻ സഖാവ് കലഞ്ഞൂർ മധുവിനെ NSSന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും പ്രതിനിധി സഭയിൽ നിന്നും പുറത്താക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. എന്തായാലും ആരോപണം എന്നേ നമുക്കിവിടെ പറയാൻ കഴിയൂ. സ്ഥിരീകരിക്കാനാവുന്ന രേഖകളൊന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പുറത്തുവിട്ടിട്ടില്ല. എന്ത് രേഖകളുടെ പിൻബലത്തിലാണ് എന്നും വ്യക്തമല്ല. എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മാത്രമല്ല, നിയമം നന്നായി അറിയാവുന്ന ആളാണ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒന്നും അറിയാതെ ഇത്തരം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടില്ല. അതിനാൽ തന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരനെ ശരിക്കും എടുത്ത് പ്രതിസന്ധിയിൽ ആക്കുകയാണ് ഇപ്പോൾ. എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. മണിച്ചേട്ടാ, വരുന്നുണ്ട് ഞാൻ അങ്ങേ തേടി. മരുമോൻ അശോകൻ വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റിക്കൊടുത്ത് പിണറായിയുടെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തത് എന്നാണ് വാർത്ത. ബാങ്കിൽ നിന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ രാജിവെച്ച മരുമോൻ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ വലിയ കുരുക്കിലാണ്. ജനസംസാരം അനുസരിച്ച് വ്യാജ ബിരുദം ഉപയോഗിച്ച് ഒരു ഷെഡ്യൂൾ ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമാണ്. ശിക്ഷിച്ചാൽ കുറച്ചധികം നാൾ ജയിലിൽ കിടക്കാൻ സാധിക്കുന്ന നേട്ടം. അതുകൂടാതെ രാജിവെക്കും വരെ ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയ കോടിക്കണക്കിന്, ഏകദേശം 35 കോടിയോളം രൂപ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് തിരികെ അടക്കേണ്ടിയും വരും. ധനമന്ത്രി ബാലഗോപാലിന്റെ ചേട്ടൻ സഖാവ് കലഞ്ഞൂർ മധുവിനെ NSSന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും പ്രതിനിധി സഭയിൽ നിന്നും പുറത്താക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും പാർട്ട് ടൈം ചെയർമാനുമായ കലഞ്ഞൂർ മധുവാണ് അശോകന്റെ വ്യാജ ബിരുദം കുത്തിപ്പൊക്കിയത് എന്നാണ് സംസാരം. സുകുമാരൻ നായരെ പുറത്താക്കി അവിടെ കയറി ഇരിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയത്തിൽ പുറത്താക്കിയ കലഞ്ഞൂർ മധുവിനെ ഇനി സുകുമാരൻ നായർ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും മണിച്ചേട്ടാ, ഇതിലെ സത്യാവസ്ഥ തേടി ഞാൻ ഒന്നിറങ്ങാൻ തീരുമാനിച്ച വിവരം അങ്ങയെ അറിയിക്കുന്നു. ഇക്കാലത്ത് വിവരങ്ങൾ ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്തായാലും സംഗതി സത്യമാണെങ്കിൽ അങ്ങും പിണറായി വിജയനും ചേർന്നുണ്ടാക്കിയ അവിഹിത ഒത്തുതീർപ്പ് പൊളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ അങ്ങയുടെ എല്ലാ അനുഗ്രഹാശിസുകളോടെയും ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഞാൻ എനിക്കും അങ്ങയ്ക്കും അങ്ങയുടെ മരുമകനും കോടതിയിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.